നടത്താം. അതാതിടങ്ങളിലെ സജ്ജനങ്ങളെ പുറത്തിണക്കി എല്ലാ സ്ഥലങ്ങളിലും നമ്മളുടെ ധാർമ്മികമായ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിക്കും. അതിനൊക്കെ വേണ്ടത് എന്താണ്? ഇത് നടക്കണം എന്നുള്ള നമ്മളുടെ മനസ്സാണ്. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ഈ വർഷത്തെ രാമായണ മാസം വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രത്യേകത, വാൽമീകി രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് നമ്മളുടെ ജില്ലക്കാരനാണ്. അതിൽ നമ്മൾ ഊറ്റം കൊള്ളേണ്ടതും അഭിമാനിക്കേണ്ടതുമുണ്ട്. അധ്യാത്മ രാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിലേക്ക് നൽകിയ ഒരു അമൃതാണ്. അതിനെ വേണ്ടുവോളം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. 6 കാണ്ഡങ്ങളിലായിട്ട് രാമായണം എന്തൊക്കെയാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു സൂര്യവംശത്തിലെ ശ്രീരാമചന്ദ്രന്റെ കഥ മാത്രമാണോ? അതെയോ അതിലപ്പുറം വല്ല കാര്യങ്ങളും ഉണ്ടോ? നമ്മൾ പല ആളുകളും ഈ ഉത്തര രാമായണം വായിക്കാറേയില്ല. ഉത്തരകാണ്ഡം, അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാമായണത്തിലെയൊക്കെ തന്നെ കഥാപാത്രങ്ങളുടെ പൂർവജന്മങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് ആ ഉത്തരകാണ്ഡത്തിലാണ്, ഉത്തരരാമായണത്തിലാണ്. നമുക്ക് 6 കാണ്ഡം തന്നെ വായിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. മുന്നേക്ക നമ്മളുടെ നാട്ടില് പറഞ്ഞിരുന്നു രാമായണം പൂർണ്ണമായിട്ട് വായിക്കണം രാമായണ മാസത്തിൽ, ഈ കർക്കിടക മാസത്തിൽ, അല്ലെ? അതിനൊരു പേര് പറഞ്ഞിരുന്നു നാടൻ ഭാഷയിൽ, കമ്പോട്, അല്ലെ? ഇന്നിപ്പോ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ വിരലിൽ എണ്ണാൻ തന്നെ ഉണ്ടാവും. ഇന്നത്തെ വല്ല പ്രവർത്തകരും ഉണ്ടെങ്കിൽ ഉണ്ടാവും. നമുക്ക് അങ്ങനെയൊന്നുമല്ല. വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ രാമായണം എന്ന അമൃതിനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനായിക്കൊണ്ട് ഈ രാമായണ മാസത്തെ നമ്മൾ പാകപ്പെടുത്തണം. അതിനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോ കുറെ സമയം പ്രഭാഷണം നടത്തിയിട്ട് എന്താ കാര്യം? ഒന്നുമില്ല. രാമായണത്തിന്റെ പ്രാധാന്യം ശിവൻ പാർവതിക്ക് കഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് രാമായണത്തിൽ. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല, അല്ലേ? ശിവൻ പറയുന്ന വലിയ ശിവൻ പാർവതിക്ക് രാമായണ കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശിവൻ പറയുന്നതാണ്, മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും കേൾപ്പിച്ചതിൽ ആരെയും ജീവനാഥേ എന്ന് പാർവതി. അപ്പൊ ഇതാരും ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താ? ഇത് ചോദിച്ചാലാണ് നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ എന്ന് എഴുത്തച്ഛൻ പറയും. ഇതൊക്കെ വലിയ ആശയക്കുഴപ്പമുള്ളതാണ്. നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമമുപദേശമില്ലിതിന്മീതയൊന്നു. പരമമുപദേശമില്ലിതിന്മീതയെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഇനി വേറൊരു ഉപദേശം അത്ര മഹത്വമാണ്. ഞാൻ ചില ഭാഗങ്ങളെ തുടക്കത്തിലുള്ള ചില ഭാഗങ്ങളെ പറഞ്ഞു മാത്രം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ രാമായണം ആദ്യം ചെയ്യേണ്ടതാണ്. നമ്മൾ രാമായണം മലയാളത്തിൽ എഴുതി നമുക്ക് എഴുതി തന്നിട്ടില്ലേ? അത് നമ്മളെല്ലാവരും വായിക്കും. ശരിക്കും കർക്കിടക മാസം രാമായണത്തിന്റെ പ്രചാര മാസമാണ്. മുന്നെയൊക്കെ നമ്മളുടെയൊക്കെ വീടുകളില് ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞിരുന്നത് നമ്മളുടെ മുത്തച്ഛനും മുത്തച്ഛിയൊക്കെ വായിച്ചിരുന്ന ഗ്രന്ഥമായിരുന്നു, അല്ലേ? രാമായണം എല്ലാം നിത്യേന പാരായണമാണ് രാമായണം. ഞാൻ അതിന്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. പരമം ഉപദേശമില്ലിതിന്മീതയൊന്നുന്ന, ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ആ അധ്യാത്മരാമായണത്തെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വായിക്കുക. അത് ഖണ്ഡങ്ങളിലായിട്ടുള്ള ശ്രീരാമ പട്ടാഭിഷേകത്തോടു കൂടി അവസാനിക്കണം. കാരണം ശുഭപര്യവസാനമായതുകൊണ്ടാണ് പട്ടാഭിഷേകത്തോടുകൂടി നമ്മളൊക്കെ രാമായണ പാരായണം അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാലും ഉത്തരകാണ്ഡം ഉണ്ട്, നമുക്കറിയാം. അതിൽ പിന്നെ അവസാനം ലവകുശന്മാരുടെ അന്തർധാനവും ശ്രീരാമന്റെ അന്തർധാനവും ഒക്കെയാണ്
പറയുന്നത്. അത് ശുഭപര്യവസാനി എല്ലാത്തിനെ കൂടെ നമ്മൾ സാധാരണ വായിക്കാറില്ല. പക്ഷെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? അത് വായിക്കേണ്ടതുമാണ്. ഇപ്പോ നമ്മള് രാമായണം വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് കഴിയുന്നു ചോദിച്ചാലാകെ അധികവും ചെയ്യേണ്ടത് ആദ്യം അതാണ്. നമ്മൾ ആദ്യം താലൂക്കിലെ കാര്യകർത്താക്കൾ എല്ലാവരും രാമായണം തുടങ്ങുന്നത് തന്നെ ശ്രീരാമ രാമ രാമ എന്ന് തുടങ്ങുന്ന ആ വരികളിൽ ശുദ്ധ മലയാളമായി എല്ലാവർക്കും കൂട്ടി വായിക്കാൻ സാധിക്കും. ഒരു സംസ്കൃത ശ്ലോകം കൂടെ അതിലില്ല. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് അധ്യാത്മ രാമായണം എഴുത്തച്ഛൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ വായിക്കുക. ഈ 1-ാം തീയതി മുതൽക്ക് തന്നെ അധ്യാത്മ രാമായണം വായിക്കുന്നതിന്റെ പ്രശ്നം നമ്മൾ എടുക്കുന്നതോടൊപ്പം നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞു മാണിയങ്കാടുള്ളവരുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും അല്ലെ ഇന്ത്യയിലുള്ളവരുണ്ട്, എന്താ വെണ്ടല്ലൂർ അല്ലെ, അവിടെയുള്ളവരുണ്ട്. നമ്മളുടെയൊക്കെ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ നമ്മളെ കമ്മിറ്റി യോഗം ഇത്രയും പെട്ടെന്ന് ചേരണം രാമായണ മാസത്തിന് മുമ്പായിട്ട്. ആ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും രാമായണം വായിക്കുമെന്ന് രണ്ടാമത്തെ ഒന്ന് നമ്മൾ, മറ്റൊന്ന് എന്റെ ശാഖാസമിതിയിലെ ഞാൻ പ്രവർത്തിക്കുന്ന ക്ഷേത്രത്തിലെ ഭാരവാഹികൾ വായിക്കാൻ, ഇപ്പൊ മലയാളം വായിക്കാൻ അറിയില്ല, വേറെ നിർത്തിയില്ല, വായിക്കാൻ അറിയുന്നവരോട് തീരെ പ്രായം അങ്ങേ തലപ്പിച്ചൊന്ന് വായിക്കാൻ പറ്റുന്നില്ല, നിർബന്ധിക്കേണ്ട. സാമാന്യന ഒരു നിർദ്ദേശം കൊടുത്താൽ എല്ലാവരും പാലിക്കാന്ന് മാത്രമേ ഉള്ളൂ. ചില എക്സംഷണൽ കേസൊക്കെ അതിലൊക്കെ ഉണ്ടായിരിക്കും. അത് മാത്രം ഉയർത്തി പിടിക്കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ശാഖാ സമിതിയിൽ, ഇപ്പോ ഇന്ത്യനൂരിന്റെ മീറ്റിംഗ് പോകുന്ന സമയത്ത് മാതൃസമിതി ആവട്ടെ, നമ്മുടെ കമ്മിറ്റി മെമ്പർമാരാവട്ടെ, നമ്മളെല്ലാവരും രാമായണ മാസം വായിക്കുന്നു എന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കാം. ചിലപ്പോൾ അതില് 1-2 ആളുകൾ വായിക്കാത്തവരുണ്ടാവും, ആയിക്കോട്ടെ. നമ്മൾ ആദ്യം എടുക്കേണ്ട കാര്യം